റിയൽ എസ്റ്റേറ്റിൻ്റെ ചാലഞ്ചസുകൾ എന്തൊക്കെയാണ്? ഇത് വളരെ കൃത്യമായിട്ട് ഓരോ ഇൻവെസ്റ്ററും പഠിച്ച് മനസ്സിലാക്കിയിരിക്കണം. അതിൽ ഒന്നാമത്തെ ചാലഞ്ച് എന്ന് പറയുന്നത് ഇതിൻ്റെ ലിക്വിഡിറ്റി ഇഷ്യൂ ആണ്. ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ആവശ്യമുള്ള ഒരു പണം ഒരു കാരണവശത്താലും നിങ്ങൾ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യരുത് എന്നുള്ളതാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് പണത്തിന് ആവശ്യം വന്നു. ആ ആവശ്യമുള്ള സമയത്ത് പെട്ടെന്ന് നമ്മുടെ അപ്പാർട്ട്മെൻറ്റോ നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടിയോ വട്ടവർ അത് നമുക്ക് പെട്ടെന്ന് വിറ്റൊഴിവാക്കി ആ പണം നമുക്ക് നേടാൻ സാധിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ചിലപ്പോൾ നമുക്ക് ഉദ്ദേശിക്കുന്ന അപ്പാർട്ട്മെൻറ്റ് കൊടുത്ത് അത് ക്ലിയർ ആവാൻ ഒരാഴ്ച എടുക്കാം, 2 ആഴ്ച എടുക്കാം, 1 മാസം എടുക്കാം, 6 മാസം എടുക്കാം. അതുപോലെ തന്നെ അതിൻ്റെ ഫണ്ട് നമുക്ക് നമ്മുടെ കയ്യിലേക്ക് കിട്ടാനും കുറച്ച് സമയം എടുക്കും. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്ത് പെട്ടെന്ന് കൊടുത്തൊഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്ത് റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ലിക്വിഡിറ്റി ഏറ്റവും വലിയൊരു ഇഷ്യൂ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എമർജൻസി ആയിട്ടുള്ള ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യരുത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം.